അതായത് 2016 ഏകദേശം സിറ്റികളുടെ ആ ഒരു ശല്യത്തിൽ നിന്നൊക്കെ മാറി കുറച്ച് ദൂരേക്ക് ക്രാൻബൺ നോർത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്ക് ജീവിക്കാനായിട്ട് വന്ന ആൾക്കാരാണ് നമ്മൾ. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ക്ലൈഡ് നോർത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഏകദേശം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നോക്കണം, ഏകദേശം 100 മീറ്റർ നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സിഗ്നൽ കിട്ടും. ഓക്കെ, പോന്നു. വളവ് തിരിഞ്ഞ് നൂരുമ്പോൾ ഇങ്ങോട്ട് നോക്കൂ, ആ കാണുന്ന ചുമന്ന വെളിച്ചം കണ്ടോ? ആ ചുമന്ന വെളിച്ചമാണ് നമ്മുടെ തോംസൺസ് റോഡ് എന്ന് പറയും. ഈ വശത്ത് കാണുന്നതാണ് നേഴ്സിംഗ് ഹോം. നമ്മൾ അവസാനം ഇവിടെ വന്ന് അവസാനിച്ചു. ഈ കാണുന്ന സ്ഥലത്ത് വീട്ടിൽ നിന്ന് 50 മീറ്റർ ദൂരം ഈ കാണുന്നതാണ് തോംസൺസ് റോഡ് എന്ന് പറയുന്നത്. ഇനി ഈ തോംസൺസ് റോഡ് നമ്മൾ ജസ്റ്റ് അങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് തന്നെ നമുക്ക് കാണുന്നതാണ് ഡാൻ മർഫി. ഡാൻ മർഫി എന്ന് പറഞ്ഞാൽ വിവിധ മദ്യങ്ങളുടെ കലവറ. അതായത് കള്ള് ഷാപ്പിൻ്റെ നല്ല തലതൊട്ടപ്പനായിട്ടുള്ള ഡാൻ മർഫി ഇവിടെ കാണാം. ഈ കാണുന്നതാണ് ഡാൻ മർഫി എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഇനി ഡാൻ മർഫിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് പുതിയതായിട്ട് വന്നേക്കുന്ന ഗസ്മാൻ ഗോമസ് എന്ന് പറയുന്ന പക്ഷിമാംസങ്ങളുടെ കലവറ. എൻ്റെ പൊന്നടാവ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ ഏകദേശം 50 മീറ്ററിനുള്ളിൽ നമുക്കിവിടെ കാമ ജിമ്മ് കാണാം. അതുപോലെ അന്നപൂർണ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നമുക്കിവിടെ കിട്ടും. ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇവിടെ കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടുന്നതാണ് പുതിയതായിട്ട് വരുന്ന പോലീസ് സ്റ്റേഷൻ. ഇതെല്ലാം 200 മീറ്ററിന് ചുറ്റിലുമാണ്. നമ്മൾ വലത്തേക്ക് എടുക്കുവാണ്. വലത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്ന ഇങ്ങോട്ടാന്ന് നോക്കാം. എൻ്റെ പൊന്നോ, അതായത് വിവിധ തരത്തിലുള്ള ടിമ്പർ യാർഡുകൾ, പഞ്ചാബികളുടെ പലതരത്തിലുള്ള ഷോപ്പുകൾ. ഇവിടെ ഇതിനകത്തൊരു 2 ഗ്രോസറി സ്റ്റോർ ഓൾറെഡി തന്നെ ഉണ്ട്. ഓക്കെ, ഏകദേശം 5-ൽ പരം ജിമ്മുകളും ഈ ഒരു പ്രദേശത്തുണ്ട്. ഈ 500 മീറ്റർ ചുറ്റളവിലുണ്ട്. മനസ്സിലായില്ലേ? ഈ കാണുന്നതെല്ലാം ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ചില സ്ഥാപനങ്ങളാണ്. ഇതിനകത്തെല്ലാം വർക്ക്ഷോപ്പുകൾ, വാഹനങ്ങൾ, അതായത് വലുതും ചെറുതുമായിട്ടുള്ള കാറുകളും മറ്റുമൊക്കെ സർവീസ് ചെയ്യുന്ന ഒരുപാട് വർക്ക്ഷോപ്പുകൾ ഇവിടെയുണ്ട്. പെയിൻറ് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ പഞ്ചാബികളുടെ തട്ടുകടകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തട്ടുകടകൾ നമുക്ക് കിട്ടും. ഈ സമയത്ത് ഇപ്പോൾ 10-10:30 ആയിട്ടുണ്ട് രാത്രിയിൽ. ഇവിടെ എല്ലാം നമുക്ക് തട്ടുകടകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ ഒരു തട്ടുകടയുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു തട്ടുകട സ്പോട്ടാണ്. പക്ഷേ ഇന്ന് അത് ഓപ്പൺ അല്ല. ഇനി ചിലപ്പോൾ അത് അവർ അടച്ചതായിരിക്കാം. ഇനി ഇവിടെ നമുക്കൊരു 24 അവർ ജിമ്മ് നമുക്കിവിടെ കാണാം. കണ്ടോ? ഈ കാണുന്നത് 24 അവർ ജിമ്മാണ്. നമുക്ക് 24 അവർ ജിമ്മ്. ഇനി ഇവിടെ നമ്മൾ ഏകദേശം ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നാണ്ട കിടക്കുന്നത് നമ്മളുടെ ആൾഡി, നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളുടെ റേഷൻ കട. ഇന്നത്തെ കയറ്റി ഈ കാണുന്നതാണ്. റൗണ്ട് ബോട്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൾഡി നമുക്ക് കിട്ടും. ഓക്കെ, ആൾഡിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ബണ്ണിങ്സ്. പിന്നെ എന്നാ വേണം? ഒരു ശരാശരി ഇപ്പോൾ നമ്മൾ ബ്ലൂം എസ്റ്റേറ്റിൽ താമസിക്കുന്നവരുടെ ശരിക്കും സിറ്റി കിടക്കുന്നതിനേക്കാളും ഫിറ്റ്നസ് മറ്റൊരെണ്ണം കിടക്കുന്നത് 24/7 ഇതാണ്ട് കിടക്കുന്നത്. ഇനി ഇവിടെ റെപ്കോ, വാഹനത്തിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന റെപ്കോ. നേരെ ഫ്രണ്ടിൽ കാണുന്ന ഹംഗറി ജാക്സ്. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് കാണാം? നേരെ നമുക്ക് ആൾഡി ഇവിടെ കിട്ടും. ആൾഡിയുടെ തൊട്ടപ്പുറത്ത് നമുക്ക് എം കുമരൻ എന്ന് പറയുന്ന വളരെ വലിയ അല്ലെങ്കിൽ വളരെ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പും കൂടെ കിട്ടും. സത്യം പറഞ്ഞാൽ ഈ ഒരു ചുറ്റളവിൽ നിന്ന് നമുക്ക് എങ്ങോട്ടും പോകണ്ട. അതായത് 1 കിലോമീറ്റർ ചുറ്റളവിൽ, 1.5 കിലോമീറ്റർ ചുറ്റളവിൽ സർവ്വ സംഭവങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ആൾഡി, അവിടെ കാണുന്ന ശ്രീ മുരുക, എം കുമരൻ, ഹംഗറി ജാക്സ്, കിടക്കുന്ന ബണ്ണിങ്സ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് അടിക്കാം. ഇനി ഇവിടുന്ന് നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ അതിർത്തി വരമ്പെന്ന് പറയുന്നത്. ഈ റോഡാണ് നമ്മളെ ക്ലൈഡ് നോർത്തും ക്രാൻബൺ നോർത്തുമായിട്ട് തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇനി ഈ വഴിയുടെ കണ്ടോ, ഇതാണ് ബെറിക് ക്രാൻബൺ റോഡാണ് ഈ കാണുന്നത്. ബെറിക് ക്രാൻബൺ റോഡ് ഇത് കണ്ടോ? ഈ റോഡാണ് നമ്മളെ വലത് സൈഡിൽ കാണുന്നത്. അതായത് ഈ ബണ്ണിങ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ക്ലൈഡ് നോർത്തിലാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്രാൻബൺ നോർത്ത്. ഓക്കെ, ഇതെന്ന വഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ
ഇവിടെ ഏകദേശം ഒരു 5 ഫ്യൂവൽ സ്റ്റേഷൻസ് ഈയിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായി? ഈ കാണുന്ന 24 hour ഫ്യൂവൽ സ്റ്റേഷനാണ്. ഇതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് BP-യുടെ ഒരു ഫ്യൂവൽ സ്റ്റേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഈ കാണുന്ന റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തോംസൺസ് റോഡാണിത്. വീണ്ടും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. മനസ്സിലായോ? അപ്പം ഇതാണ് ഇപ്പം നമ്മളുടെ എന്താ പറയുക, ഇതിപ്പം നമ്മൾ വരുന്ന സമയത്ത് 2016 നമ്മളിവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഏകദേശം നമ്മളും കുറച്ച് കുറുക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന കുറച്ച് മുയൽക്കൂട്ടങ്ങളും ഇതുപോലെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 100-ന്റെ വഴിയിൽ 120 കിലോമീറ്ററിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 80 സോൺ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. 2 ലൈനുള്ള വഴിയായി. ഇതിൻ്റെ ചില സമയത്ത്, അതായത് തിരക്കുള്ള ഒരു 8 മണിയൊക്കെ ആകുമ്പോഴുള്ള അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ലാത്തുള്ളൊരു സിറ്റുവേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നോക്കൂ, കണ്ടോ, അത്രയധികം വ്യത്യാസമാണ് ഇവിടെ വന്നേക്കണത്. ഒരുപാട് ആളുകൾ, ഇന്ത്യൻ ഫാമിലികളും അതുപോലെ ഒരുപാട് ആളുകളാണ് ഈ ഒരു സബർബിലേക്ക് വന്ന് കയറിയിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പിള്ളേർ പഠിക്കുന്ന നമ്മുടെ ചള്ളിയലൻ സ്കൂൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ചള്ളിയലൻ സ്കൂൾ നമുക്ക് കിട്ടും. 1 കിലോമീറ്റർ ഇല്ല, ഒരു 750 മീറ്റേഴ്സ്. 1 കിലോമീറ്റർ നേരെ ക്രോസ് ചെയ്ത് നമ്മൾ പോരുവാണെങ്കിൽ, നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ എന്ന് തന്നെ പറയാം. നേരെ പോട്ടെ, 1 കിലോമീറ്ററിൽ നമുക്ക് ചള്ളിയലൻ സ്കൂൾ കിട്ടും. ഇവിടുത്തെ ഏറ്റവും സ്റ്റാർ റേറ്റിംഗിൽ 1 ഓഫ് ദി ബെസ്റ്റ് സ്കൂളുകളിലൊന്നാണ് ചള്ളിയലൻ സ്കൂള്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ വെൽക്കം ടു ക്രാൻബൺ നോർത്ത് ആൻഡ് ക്ലൈഡ് നോർത്ത്. എല്ലാവർക്കും സുസ്വാഗതം. പൊളിച്ചടുക്കാം. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. മനസ്സിലായല്ലോ? ഗുണമോ മെച്ചം, ചെല്ലാമോ തുച്ഛ. ഇതാണ് ചള്ളിയലൻ പ്രൈമറി സ്കൂളാണ് നമുക്ക് ഈ കാണുന്നത്. ഇവിടെ ഈ പ്രൈമറി സ്കൂൾ ഇവിടെയാണ് നമ്മുടെ ഇത് കുട്ടിയൊക്കെ പഠിക്കുന്ന സ്കൂളാണ്. റിഷാൻ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്, ഇവിടുത്തെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് റിഷാൻ കുട്ടി. ഓക്കെ, എവരിവൺ വെൽക്കം ടു ക്രാൻബൺ നോർത്ത് ആൻഡ് ക്ലൈഡ് നോർത്ത് പൊളിക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എന്തുണ്ട്, പാറന്റെ ക്ലിനിക് ഉണ്ട്. ഇതായി കാണുന്നത്. ഓക്കെ, പാറന്റെ ക്ലിനിക്ക് മെഡിക്കൽ സെന്റർ. ഇതാണ് പാറന്റെ മെഡിക്കൽ സെന്റർ. പൊളിക്കും. എന്തെങ്കിലും അസുഖം വന്നാൽ പാറന്റെ മെഡിക്കൽ സെന്റർ ഇതാ കിടക്കണം ഇത്. ഓക്കെ, പിന്നെ ഈ കാണുന്ന സിഗ്നൽ നമ്മൾ ഗ്രൈസസ് റോഡിലേക്ക് നമ്മൾ തിരിയാൻ പോകുന്നത്. ആ സ്കൂളിന്റെ നമ്മൾ കണ്ടില്ലേ, ചള്ളിയലൻ സ്കൂളിന്റെ വഴി നേരെ വന്ന് ഗ്രൈസസ് റോഡിലേക്ക് നമ്മൾ കയറും. അപ്പോൾ ഇത് നമുക്ക് നേരെ റൈറ്റിലേക്ക് നമുക്ക് എടുക്കാം. നമുക്ക് സിഗ്നൽ ഗ്രീനായി. ഇനി ഇവിടെ നമ്മൾ നേരെ റൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ നേരെ പോയി ആ ബെറി ക്രാൻബൺ റോഡിലേക്ക് തന്നെ നമ്മൾ ഹിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വീണ്ടും നമ്മുടെ അങ്ങോട്ട് പോകും. അതായത് 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? സകല കേസ് കിട്ടുന്നത് 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് ഒന്നിനും വേറെ പുറത്തേക്ക് പോകണ്ടെന്നുള്ള സത്യം. മനസ്സിലായോ? പൊള്ളി. ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ കഴിഞ്ഞ ഒരു 9 വർഷം അല്ലെങ്കിൽ 7-8 വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞുണ്ടല്ലോ, അൺബിലീവബിൾ ആണ്. അതാണ് വീണ്ടും ബെറി ക്രാൻബൺ റോഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, മഞ്ഞന നമുക്കിവിടെ കാണാം. ഇതാ കാണുന്ന മഞ്ഞന. ഓക്കെ, അതുപോലെ നമ്മുടെ ഫ്യൂവൽ സ്റ്റേഷൻ ഉണ്ട്, അവിടെയുണ്ട്. 5 ഫ്യൂവൽ സ്റ്റേഷനാണ് നമുക്ക് ഈ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് കിട്ടിയേക്കണത്. ഒന്നിനും പുറത്തേക്ക് പോകണ്ട. ഗ്ലിങ്. നമ്മൾ തിരിയുന്നു. നമ്മൾ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ താണ്ട കിടക്കുന്നു. ഇവിടെ നമുക്ക് ഇതേണ്ട മാക്ഡൊണാൾഡ്സ് നമുക്ക് കിട്ടും. മഞ്ഞന നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓൾറൈറ്റ്, നമ്മുടെ ഷെല്ലിൻ്റെ പമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഷെല്ലിൻ്റെ പമ്പ് ഇവിടെയുണ്ട്. ഇവിടെ മഞ്ഞന അതേ തൊട്ടപ്പുറത്തുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇതാണ് കേട്ടോ. ഈ പറയുന്ന സാധനമാണ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ചള്ളിയലൻ എസ്റ്റേറ്റ്. ഈ കാണുന്ന എസ്റ്റേറ്റിനകത്തോട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ അങ്ങോട്ട് പോവാം. പിന്നെ ഈ വഴി നമുക്ക് നേരെ പോട്ടെ കേട്ടോ, നേരെ പോട്ടെ. നമ്മുടെ ബോട്ടിൽ നിന്ന് ലെഫ്റ്റ് എടുക്കാം.
തോംസൺസ് റോഡിൻ്റെ റൗണ്ട് അബൌട്ടാണ് ഈ കാണുന്നത്. ഇവിടുന്ന് വീണ്ടും നമുക്ക് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അതാ നോക്കിയേ, കാണിച്ചു തരാം. നമുക്ക് നമുക്ക് ലെഫ്റ്റ് അടിച്ച് ഫസ്റ്റ് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആണ് നമുക്ക് വീണ്ടും നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് നമ്മൾ പോവാം. യെസ്, ഇത് തോംസൺസ് റോഡാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു ഏരിയ ആണ്. ഒടുവിൽ ഇതാ ഇങ്ങോട്ട് പോരെ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കച്ചവടം എല്ലാം കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ ഭാവി ഇതിനകത്ത് ഈ നേഴ്സിംഗ് ഹോമിലും വന്ന് അവസാനിക്കും. നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിന് ഏകദേശം 50 മീറ്റർ പുറകിലായി ഈ സംഭവം ഉള്ളത്. ഇവിടെ കൊച്ചുങ്ങളെ ആക്കാനുള്ള, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ, ബാല്യത്തിലുള്ള കുഞ്ഞുങ്ങളെ ആക്കാനുള്ള നഴ്സറി സംവിധാനങ്ങളും കിൻഡർ ഗാർട്ടനൊക്കെ ഇവിടെ ഉണ്ട്. അതാണ്ട് ഈ വളവ് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വീടായി. നമുക്ക് ലേക്കേഴ്സ് ബുള്ളിവാർഡ് പൊളി.